السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد، وعلى آل وأصحاب سيدنا ومولانا محمد، وعلى جميع الأنبياء والمرسلين، ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يكسب خطيئة أو إثما ثم يرم به بريئا فقد احتمل بهتانا وإثما مبينا. ولولا فضل الله عليك ورحمته لهمت طائفة منهم أن يضلوك، وما يضلون إلا أنفسهم، وما يضرونك من شيء. وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم، وكان فضل الله عليك عظيما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحادث العميم. ولن يضيق رسول الله جاهك بي إذا الكريم تحلى باسم منتقم. فإن من جودك الدنيا وضرتها، ومن علومك علم اللوح والقلم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സിറാജുൽ ഹുദയുടെ കീഴിൽ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടക്കുന്നു. അതിലേറ്റവും ആദ്യത്തേതും ഈ ജില്ലയിൽ തന്നെ മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ നടക്കുന്ന ഏറ്റവും വലിയ CBSE സിലബസ് പ്രകാരം നടക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമ്മുടെ നാദാപുരം ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ അധ്യാപകരുടെയും ഉസ്താദുമാരുടെയും
പ്രിൻസിപ്പലിന്റെയും മാനേജറുടെയും നമ്മുടെ PTA-യുടെയും എല്ലാവരുടെയും നല്ല സഹകരണവും സേവനവും കാരണത്താൽ നല്ല മാർക്ക് വാങ്ങി 2 വിദ്യാഭ്യാസത്തിലും പുരോഗമിക്കുന്നു. അൽഹംദുലില്ലാഹ്. SSLC പരീക്ഷയിൽ 64 ഡിസ്റ്റിങ്ഷനും 36% ഫസ്റ്റ് ക്ലാസ്സുമായി നമ്മുടെ കുട്ടികൾ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മദ്രസ പഠനത്തിൽ കേരളത്തിലും പുറത്തും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കിരിക്കുമ്പോൾ 1ാം റാങ്ക് നമ്മൾ നേടിയിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നവർക്കുമെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ അല്ലാഹു തന്ന നിഅമത്ത്, അതിന് നാം അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. പ്രത്യേകിച്ച് ഈ അവാർഡ് കൊടുക്കാൻ ഇത്ര വലിയ ഒരു ആയിരങ്ങൾ തടിച്ചുകൂടിയ ഒരു സദസ്സ് സംഘടിപ്പിക്കുന്നതിന് നമുക്ക് സൗകര്യം ചെയ്ത മുജാഹിദുകൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഇത്ര വലിയൊരു സദസ്സിൽ നമുക്ക് ആ കുട്ടികൾക്ക് ഇങ്ങനെ സന്തോഷം അറിയിച്ചു കൊടുക്കാൻ രക്ഷിതാക്കൾക്കും അവസരം ഉണ്ടാവുകയില്ലായിരുന്നു. അതുകൊണ്ട് അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഏഴാം ഖണ്ഡന പ്രസംഗം ഇപ്പോൾ ഇന്നത്തതോടുകൂടി താൽക്കാലികമായി തീരും. മൗലവിയുടെ CD-കൾ ഇറങ്ങിയതിന് ശേഷം അത്യാവശ്യം വല്ലതും ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ CD-യിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുകയും ആകാം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ഇന്നലെ സംസാരിച്ചതിൻ്റെ മറ്റു ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമൻ യക്സിബ് ഖതീഅതൻ ഔ ഇസ്മൻ, വല്ലവനും വല്ല തെറ്റും കുറ്റവും പ്രവർത്തിച്ച് സുമ്മ യർമി ബിഹി ബരീഅൻ, എന്നിട്ട് തെറ്റ് ചെയ്യാത്ത നിരപരാധിയുടെ പേരിൽ തെറ്റ് ആരോപിച്ചാൽ ഫഖദ് ഇഹ്തമല ബുഹ്താനൻ വ ഇസ്മൻ മുബീന, അവൻ ആരോപിക്കുന്ന കാരണം കൊണ്ട് കടുത്ത തെറ്റും വലിയ കുറ്റവും അവൻ വഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക വറഹ്മതുഹു, ഓ നബിയെ, തങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ അനുഗ്രഹവും ഇല്ലായിരുന്നുവെങ്കിൽ ലഹമ്മ ത്വാഇഫത്തും മിൻഹും അൻ യുളില്ലൂക്, തങ്ങളെ തന്നെ സത്യത്തിൽ നിന്ന് തെറ്റിച്ചു കളയാൻ ഒരു വിഭാഗം പരിശ്രമിക്കുമായിരുന്നു. അവർ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ പ്രത്യേകമായ പാപസുരക്ഷിതത്വം കൊണ്ടുള്ള സംരക്ഷണവും അല്ലാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യവും ഉള്ളതുകൊണ്ട് തങ്ങളെ പിഴപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധിക്കുന്നില്ല. വമാ യുളില്ലൂന ഇല്ലാ അൻഫുസഹും, സത്യം മൂടിവെച്ച് നിരപരാധികളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്ന കക്ഷികൾ അവരുടെ ശരീരത്തെ തന്നെയാണ് വാസ്തവത്തിൽ പിഴപ്പിക്കുന്നത്. വമാ യദുറൂനക മിൻ ശൈഇ,
തങ്ങളെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, അങ്ങേക്ക് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനും അതിലുള്ള വ്യക്തമായ ശരിയായ വിധികളും ഒക്കെ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. വഅല്ലമക മാ ലം തകുൻ തഅലം, അങ്ങേക്ക് അറിയാത്ത ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും വിധികളും അറിഞ്ഞ കാര്യങ്ങളും ഖുർആൻ പറയുന്നു. ജലാലൈനിയിൽ കാണാം അതിന്റെ തഫ്സീർ മിനൽ അഹ്കാമി വൽ ഗൈബി. വിധികളും മറഞ്ഞ കാര്യങ്ങളും അതാ അല്ലാഹു തആല തങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. തങ്ങൾക്ക് അല്ലാഹു മറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു തങ്ങൾക്ക് വിധികളും മറഞ്ഞ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, അതുകൊണ്ടും പലതുകൊണ്ടും അങ്ങേക്ക് അല്ലാഹു തആല ചെയ്ത ഔദാര്യം അത് വളരെ മഹത്തരമാണ് നബിയേ. തങ്ങൾക്ക് തന്ന മഹത്വം അത് പറഞ്ഞാൽ ഒരു സൃഷ്ടിക്കും അവസാനിപ്പിക്കാൻ കഴിയാത്ത വിധം വളരെ മഹത്തായ നൽകൽ അങ്ങേക്ക് നൽകിയിട്ടുണ്ട് നബിയേ. ഇതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉതീതു മഫാതീഹ ഖസാഇനിൽ അർദ്, ഭൂമിയുടെ സ്റ്റോറുകളുടെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടു. ഭൂമിയുടെ സ്റ്റോറുകളെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടു. അപ്പൊ അവിടുത്തേക്ക് എല്ലാ ഖൈറിന്റെയും താക്കോല് കൊടുത്തിരിക്കുകയാണ്. ഇനി ആ താക്കോലുമായി ബന്ധപ്പെടാതെ ഞാൻ സ്വന്തമായി ഖജനാവുകളിൽ എത്തിച്ചേരുമെന്ന്, പടച്ചവന്റെ ഖൈറിൽ എത്തിച്ചേരുമെന്ന് വല്ലവനും കരുതിയാൽ അവൻ അല്ലാഹുവിന്റെ ഖൈറിന്റെ ഖജനാവുകളിൽ എത്തുകയില്ല. സർവ ഖൈറിന്റെ ഖജനാവുകളും അതിന്റെ താക്കോല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയ സഹാബത്തും ആ സഹാബത്ത് മുതൽക്ക് ഇന്ന് വരെ നമുക്ക് പരമ്പരാഗതമായി എത്തിച്ചു തന്ന പണ്ഡിതന്മാരും ആ മഹാന്മാര് പഠിപ്പിച്ച മാർഗമാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിരോധികൾ എന്നും ചെയ്യുന്ന ഒരു കാര്യം എന്താണ് സഹോദരന്മാരെ? അവര് ശുദ്ധമായ കളവുകൾ പറഞ്ഞ് ലോകത്തുള്ള ജനങ്ങളെ പിഴപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകി, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന, അന്ത്യനാളിൽ ഉണ്ടാകുന്നതാണ് കബളിപ്പിക്കുന്നൊരു വിഭാഗം, അട്ടിമറി നടത്തുന്നൊരു വിഭാഗം, കബളിപ്പിക്കുന്നൊരു വിഭാഗം. കദ്ദാബൂന, അവര് ധാരാളം കളവ് പറയുന്നവരാണ്. അവരെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക? അവിടുന്ന് പറഞ്ഞു, യതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളെ പൂർവീകരും കേൾക്കാത്ത ഹദീസുകളുമായി അവര് വരും. നിങ്ങളും നിങ്ങളെ പൂർവീകരും കേൾക്കാത്ത വർത്തമാനങ്ങളും കൊണ്ടവര് വരും. അതേ, ഇയ്യാക്കും വയ്യാഹും, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ. അവര് ധാരാളം കളവ് പറയുന്നവരാണ്, കബളിപ്പിക്കുന്നവരാണ്. ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും, അവര് നിങ്ങളെ പിഴപ്പിക്കല്ലേ, അവര് നിങ്ങളെ ഫിത്നയാക്കല്ലേ. വളരെ നന്നായി ശ്രദ്ധിക്കണേ ഉമ്മത്തുകളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ലക്ഷണം പറഞ്ഞു തന്നുകൊണ്ട് ഈ ഉമ്മത്തിനെ ഉപദേശിക്കുകയാണ്. എന്നാൽ സഹോദരന്മാരെ, ആരുടെ പേരിലൊക്കെ അവർ കളവ് പറയും? എല്ലാവരുടെ പേരിലും പറയും. ഇവിടെ വന്ന മൗലവി ഏറ്റവും കൂടുതലായി അദ്ദേഹത്തിന്റെ നാവുകൊണ്ട്
എന്നെ സംബന്ധിച്ച് കളവുകൾ ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് പറയുന്നു. നമുക്കതിന് വിരോധമില്ല. കളവ് പറയൽ മത്സരം നടത്തി സോപ്പിന്റെ പെട്ടി സമ്മാനം വാങ്ങിയത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് വാങ്ങിയത് മുജാഹിദിന്റെ മൗലവിമാരാണ്. അവരെ അങ്ങനെ തന്നെ പഠിപ്പിച്ച് വിട്ടതാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കത് പ്രശ്നമല്ല. പക്ഷേ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, അദ്ദേഹം പറഞ്ഞ 100 കണക്കിന് കളവുകൾ ഞാൻ മുമ്പെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. സെലഫിയുടെ നുണച്ചാക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു CD ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും സെലഫിയുടെ നുണകൾ, പ്രമാണങ്ങൾക്കെതിരെ നുണകൾ എന്ന് പറഞ്ഞ് CD ഇറക്കിയിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ നുണയാണ് എന്ന് പറഞ്ഞിട്ട് ഉദ്ധരിച്ച ഒരൊറ്റ വിഷയം നുണയല്ലാന്ന് തെളിയിക്കാൻ മൗലവിക്ക് കഴിഞ്ഞിട്ടില്ല. മൗലവി ഇട്ട് തൊട്ടിട്ടുമില്ല. അതുകൊണ്ട് ഇനിയും ഞാൻ എടുത്തു പറയുന്നില്ല. എന്നാ മൗലവി ഇപ്രാവശ്യം വന്നിട്ട് പുതിയ നുണ പറഞ്ഞു. പഴയത് ചിലതൊക്കെ ആവർത്തിക്കുകയും ചെയ്തു. അതിലിപ്പോൾ പുതിയൊരു നുണ പറഞ്ഞത് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കേൾപ്പിക്കാം. സലഫീന് നാദാപുരത്ത് ചവിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടും ആ നിലക്ക് ഇവിടെ നിന്ന് ആകെ പ്രശ്നമാണ് എന്നൊക്കെ രാജ്യമൊട്ടാകെ പ്രചരിപ്പിച്ചിട്ടും ഇതിങ്ങനെ നാൾക്ക് നാൾ ഇങ്ങനെ ശക്തമായി തന്നെ മുന്നേറുന്നത് കാണുമ്പോ ആ വിഷമം ഇങ്ങനെ പറയാ. എന്റെ ഇതുവരെ നടന്ന പ്രസംഗങ്ങൾ, അത് ഇവിടെ നടന്നതാണെങ്കിലും ശരി, ഇനി സെലഫിന്റെ നാട്ടിൽ പോയി തന്നെ പ്രസംഗിച്ച പ്രസംഗമാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു പ്രസംഗത്തിന്റെ CD-യിൽ നിന്ന് സെലഫി നാദാപുരത്തിന് ചവിട്ടൂല എന്ന് ഞാൻ പറഞ്ഞ വാചകം അടുത്ത വരവിൽ വരുന്നെങ്കിൽ, അത് 10 മാസം കഴിഞ്ഞിട്ട് അയാൾ തിരക്കില്ല, വരുന്നെങ്കിൽ അപ്പോൾ മൗലവി കേൾപ്പിക്കണം. തൽക്കാലം അർത്ഥം പേരോടെന്നറിയാലോ, ഞാൻ പറയില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഉഷാറായിട്ട് വരികയാണ്. അവരുടെ പേരോടിനോട് പറയാനുള്ളത് എന്റെ അർത്ഥം പേരോടിനറിയാലോ. കാരണം മൂപ്പർക്ക് അറബി അർത്ഥറിഞ്ഞൂടാന്ന് നമ്മക്കറിയാം. സുബ്ഹാനല്ലാഹ്, മൂപ്പർക്കൊരു പൂതി ഞാനൊന്ന് മരിച്ചിട്ട് കാണണോ. അങ്ങനെ മരിച്ചാൽ ശരിയാവൂ? നിങ്ങളൊക്കെ കെട്ടേണ്ട സ്ഥലത്ത് കെട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്തും മരിക്കുന്ന സമയത്തും മരിക്കും. ഞാൻ പെട്ടെന്ന് മരിച്ചിട്ട് മൂപ്പർക്ക് ശരിയാക്കാന്ന, അത് നടക്കുന്ന കാര്യമല്ല. അതേ സമയത്ത് എന്നെ സംബന്ധിച്ച് പറഞ്ഞ കളവ് സെൽഫി നാദാപുരത്ത് ചവിട്ടൂല എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നോ? എന്തിന് ശുദ്ധമായ കളവ് പറയണം? ഇനി എന്നെ പറ്റി കളവ് പറയലൊരു വിഷയാണോ? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി കളവ് പറയുന്നത് നിങ്ങളുടെ മുഖപത്രമായ അൽമനാറിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ശ്രീ ശങ്കരാചാര്യരുടെ ആളാണെന്ന് പറഞ്ഞിട്ടില്ലേ? അത് ഞാൻ നിങ്ങൾക്ക് എതിരെയുള്ള ഖണ്ഡന പ്രസംഗത്തിൽ കേൾപ്പിച്ചിട്ടില്ലേ? ആ അൽമനാർ വായിച്ചിട്ടില്ലേ? അതിനെ സംബന്ധിച്ച് ഇന്ന് വരെ നിങ്ങൾ വല്ലതും പറഞ്ഞോ? അതൊന്ന് കേൾപ്പിച്ചു കൊടുത്താ മോനെ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റി അവർ തള്ളുന്നില്ല എന്ന് പറഞ്ഞ് ആദ്യം കേൾപ്പിക്കുന്നു, തള്ളിയത് ഞാൻ പിന്നെ വായിക്കുന്നു. വെച്ചു കൊടുത്താട്ടെ. നിങ്ങൾ പറയുന്നില്ലേ മുജാഹിദുകൾ അതാ ശൈഖ് ജീലാനിയെ കുറ്റപ്പെടുത്തുകയാണെന്ന്? അല്ല, ഞങ്ങൾ കുറ്റപ്പെടുത്തുകയല്ല. ജീലാനിയുടെ പേരിൽ അപരാധങ്ങൾ കെട്ടിച്ചമച്ചവരെയാണ് ഈ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ കേൾക്കണോ, മുജാഹിദിന്റെ അൽമനാറാണിത്. 1980 ജൂലൈ. നിഷേധിക്കാൻ കഴിയോ മൗലവിമാരെ? നിങ്ങൾ എന്താണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ അൽമനാറിൽ പറഞ്ഞ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കുകയും ചെയ്യാം. കേട്ടോളൂ. ലോകത്തുള്ള സകല വിജ്ഞാനങ്ങളും കലകളും ബഗ്ദാദിലേക്ക് ഒഴുകുന്ന കാലമായിരുന്നു അത്. ഇന്ത്യയിൽ നിന്നും പല വിജ്ഞാനങ്ങളും തത്വശാസ്ത്രങ്ങളും അക്കൂട്ടത്തിൽ ഒലിച്ചു വന്നതിൽ വഹദത്തുൽ വജൂദ്, അദ്വൈതം, ശൈഖ് അബ്ദുൽ ഖാദിറിനെ വല്ലാതെ ആകർഷിച്ചു. യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ. വഹദത്തുൽ വജൂദിന്റെ ചെറിയൊരു നിർവചനം മേൽക്കൊടുത്തതിൽ നിന്ന് ലഭിക്കും. ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയാണ്, ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയാണ്. സഹോദരന്മാരെ,
മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ശ്രീശങ്കരാചാര്യരുടെ ആളാണെന്നും യാതൊന്നു കാണുവതു നാരായണ പ്രതിമ എന്ന വിശ്വാസക്കാരനായിരുന്നുവെന്നും മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറിൽ പറഞ്ഞത് സ്ക്രീനിൽ വെച്ച് ഞാൻ കേൾപ്പിച്ചു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. നിങ്ങൾ കേട്ടത് ഇതെന്റെ ഖണ്ഡന പ്രസംഗത്തിന്റെ സീഡികളിൽ ഒന്നാണ്. സലഫിക്കെതിരെയുള്ള ഇന്ന് വരെ സലഫി അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എന്നെക്കുറിച്ച് മാത്രമല്ല ഇവർ കള്ളം പറയുന്നത്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുഹീദ്ദീൻ ശൈഖ് അതാ ശ്രീശങ്കരാചാര്യരുടെ ആളാണെന്ന കാഫറാണെന്ന നിലക്ക് വരെ വ്യക്തമായി ഇവർ പ്രചരിപ്പിക്കുകയാണ് ലോകത്ത് ചെയ്തത്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബികൾ, ആ സഹാബികളെ പറ്റി ഇവർ കള്ളം പറയുന്നത് അവരുടെ മുഖപത്രമായ അൽമനാറിൽ എഴുതിയ കളവ് ഞാൻ എടുത്ത് കാണിച്ചു, കേൾപ്പിച്ചു. ആ സലഫി മിണ്ടിയില്ല. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുമോ? എന്നിട്ട് വീണ്ടും സഹാബികളെ പറ്റി പറയാണ്. രണ്ട് കാരണങ്ങളാണ് ഇസ്രായേലി കഥകൾ മുസ്ലിങ്ങളിൽ പ്രചരിക്കാൻ ഇടവരുത്തിയത്. ഇസ്ലാമിന്റെ ആരംഭ ദശയിൽ നബിയുടെ വിയോഗശേഷം പള്ളിയിൽ വെച്ച് കഥ പറയുന്ന ഒരു പുതിയ സമ്പ്രദായം ആരംഭിച്ചു. ഹസ്രത്ത് ഉമറിന്റെ അവസാന കാലത്തു തന്നെ ഇത് തുടങ്ങി വെച്ചിരുന്നു. എന്നാൽ ഉസ്മാൻ അവറുകളുടെ കാലം മുതൽക്കാണ് സർവപ്രചാരം സിദ്ധിച്ചത്. രാഷ്ട്രീയ കലഹങ്ങൾ ആരംഭിച്ചതോടെ ഇത്തരം കഥാപ്രാസംഗികന്മാരെ പാർട്ടി പ്രവർത്തനത്തിനുള്ള ഒരു ആയുധം കൂടിയാക്കി. അവർക്ക് പല പാർട്ടികളും വേതനം നൽകുകയും ചെയ്തു. സഹാബികൾ ചെയ്ത പണിയാ പറയുന്നത്. തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. സഹാബിയാണ്, തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അദ്ദേഹം ജനങ്ങൾക്ക് ഉപദേശം നൽകട്ടെ എന്ന് ഉമറിനോട് സമ്മതം ചോദിച്ചു. ഉമർ അനുവദിച്ചില്ല. അങ്ങനെ ഖിലാഫത്തിന്റെ അവസാനത്തിൽ ഉമർ പുറപ്പെടുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച പ്രസംഗിക്കുവാൻ അനുവാദം നൽകി. ഉസ്മാന്റെ കാലത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം പ്രസംഗിക്കുന്നതിന് അനുമതി കൊടുത്തു. പള്ളിയിൽ നിന്ന് കെട്ടുകഥ പ്രചരിപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ അനുമതി കൊടുത്തു ഉമർ ഇബ്നുൽ ഖത്താബ്. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 2 തവണ ആഴ്ചയിൽ കെട്ടുകഥ പ്രചരിപ്പിക്കാൻ അവസരം കൊടുത്തു. എന്നിട്ട് കെട്ടുകഥ സഹാബികൾ പ്രചരിപ്പിച്ചു. അലി ഇബ്നു അബീ താലിബ് അവരെ ആട്ടി ഓടിച്ചു. ഇത് പറഞ്ഞിട്ട് ഇനിയും കേട്ടോളൂ, ലോകത്തുള്ള എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളെയും തള്ളാൻ വേണ്ടി പറയുന്ന വാചകം കേട്ടോളൂ. എന്നാൽ മൂന്നാമത്തെ ദേഹമായ കഅബുൽ അഹ്ബാറിലാണ് ഇസ്രായേലി കഥകൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഹസ്രത്ത് ഇബ്നു അബ്ബാസും മുഹദ്ദിസുകളിൽ 1ാം സ്ഥാനം അർഹിക്കുന്ന ഹസ്രത്ത് അബൂ ഹുറൈറയുമാണ് കഅബിൽ നിന്ന് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തതെന്ന് വരുമ്പോൾ ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ ഇസ്ലാമിൽ എത്രമാത്രം പ്രചരിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവായ ഇബ്നു അബ്ബാസും ഹദീസ് പണ്ഡിതനായ സഹാബിയായ അബൂ ഹുറൈറയും കഅബിന്റെ റിപ്പോർട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിപ്പിച്ചതിന്റെ പിന്നിൽ ഈ സഹാബികളാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുന്നത് കേട്ടോളൂ. അബ്ദുല്ലാഹി ഇബ്നു സലാമിനാലും വളരെയധികം ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുവാൻ ഇടയായിട്ടുണ്ട്. സാധാരണ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ലോകോൽപത്തിയുടെ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ വകയാണ്. അള്ളാഹു ഞായറാഴ്ചയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ തുടങ്ങിയത് എന്ന് തുടങ്ങുന്ന ഹദീസ് വളരെയേറെ തഫ്സീറുകളിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഈ 4 പേരെ മാത്രം ഇവിടെ ഉദാഹരണത്തിന് കാണിച്ചതാണ്. സഹാബികൾ കള്ളക്കഥ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 1959 ഒക്ടോബർ 5-ാം തീയതിയിൽ രേഖപ്പെടുത്തുന്നു. സഹാബികളെ കള്ളന്മാരാക്കി ചിത്രീകരിച്ച ഈ മുജാഹിദുകളാ പറയുന്നത് ഞങ്ങൾ ഔലിയാക്കളെ തള്ളുന്നു എന്ന് പറയുന്നത് വെറുതെ കളവാണെന്ന് പച്ചക്കള്ളം മൗലൈമാരി കുടുങ്ങിയിട്ട് പറയുകയാണ്. സഹോദരന്മാരെ, സഹാബികളിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബികൾ പരിശുദ്ധ ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിപ്പിച്ചുവെന്നാണ് മുജാഹിദിന്റെ അൽമനാറിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിത് എടുത്തുദ്ധരിച്ചിട്ട് ഒന്നുകിൽ ഞങ്ങൾ എങ്ങനെ എഴുതിയിട്ടുണ്ടെന്നോ ഇല്ലെന്നോ ഇതുവരെയും സലഫി അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം,
സഹാബികളെ കുറിച്ച് ഈ രൂപത്തിൽ കള്ളം പറയുന്ന ഈ കക്ഷികൾ പേരോടിനെ കുറിച്ച് കള്ളം പറയുന്നതിൽ അത്ഭുതപ്പെടാനുണ്ടോ? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കാഫിറാക്കി കള്ളം പറഞ്ഞ കക്ഷികൾക്ക് എന്നെ കുറിച്ച് പറയൽ ഒരു പ്രശ്നമാണോ? ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് നാദാപുരത്ത് വെച്ച് തന്നെ ഞാൻ പ്രസംഗിച്ച പ്രസംഗമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇവിടുന്ന് സലഫി കള്ളം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് കള്ളം പറഞ്ഞു. അത് ഞാൻ പലപ്പോഴും എന്റെ വേദിയിൽ എടുത്തിട്ട് ഞാൻ പലപ്പോഴും ചോദിച്ചു, അങ്ങനെ ഹദീസ് ഉണ്ടോ? റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഹദീസ് ഒന്ന് കാണിക്കൂ. എന്താ വിഷയം? മൗലവി പറഞ്ഞു, സ്ത്രീകളോട് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലം മറക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി മറക്കണം എന്നാ പറഞ്ഞത് എന്ന് മൗലവി പ്രസംഗിച്ചു. ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞായിട്ടൊരു ഹദീസ് ഉണ്ടോ? മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി മറക്കണം എന്ന് പറഞ്ഞായിട്ട് ഹദീസ് ഉണ്ടോ? അത് അദ്ദേഹം ദുബായിൽ ഈദ്ഗാഹ് എന്ന് പ്രസംഗിച്ച പ്രസംഗം എടുത്തു കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. മൗലവി ആ ഭാഗത്തേ വരുന്നില്ല, അതിനെപ്പറ്റി മിണ്ടുന്നില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി മൗലവി കളവ് പറഞ്ഞു, ഞാൻ പിടിച്ചിട്ട് പിന്നെ അതിനെപ്പറ്റി മിണ്ടുന്നില്ല. അതൊന്ന് വെച്ചു കൊടുത്താ മോനെ, ഞാൻ മുമ്പ് കേൾപ്പിച്ചത്. ഇവർക്ക് എന്താ വിഷയം? എന്ത് കളവും എന്റെ പേരിൽ ഇവർ കളവ് പറയുന്നൊരു വിഷയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ പച്ച കള്ളം പറഞ്ഞില്ലേ മൗലവി നാദാപുരത്ത് വന്നിട്ട്? എന്നിട്ട് ഞാനത് പിടിച്ചിട്ട് കേൾപ്പിച്ചില്ലേ? എന്നിട്ട് കേൾപ്പിച്ചിട്ട് ചോദ്യം ചോദിച്ചു, ഇതുവരെ പിന്നെ കാമാന്ന് മിണ്ടിയോ മൗലവി? ചേച്ചേട്ടേന് പിന്നെ വന്നില്ലേ? അതിന്റെ മുമ്പും വന്നില്ലേ? ഞാൻ ചോദിച്ചില്ലേ നിങ്ങളോട്? നിങ്ങൾ ഇവിടുന്ന് പ്രസംഗിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്ത്രീകളോട് മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി മറക്കണോന്നാ പറഞ്ഞത്. അത് എന്നെ പറഞ്ഞതോ? എന്നെ പറ്റി ഒരു പച്ച കള്ളം നിങ്ങൾ ഒരു കത്രിക വെച്ചിട്ട് ഒരു ക്ലിപ്പ് കാണിച്ച് പേരോട് എന്റെ മുൻകൈ മുറിച്ചാൽ എന്ന് പറഞ്ഞു. എന്നിട്ട് അത് ബാക്കി കാണിക്കാൻ ധൈര്യമുണ്ടോ കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് വെച്ചെന്നോട്. അടുത്ത പ്രസംഗത്തിന് ഞാൻ ബാക്കി കേൾപ്പിച്ചും കൊടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങള് അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കളവ് പറഞ്ഞിട്ടുണ്ട്, മുൻകൈയും മുഖം ഒഴിച്ചു മറക്കണോ എന്ന് റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ഒന്ന് കേൾപ്പിച്ചു തരണം, കാണിച്ചു തരണം, ഏത് കിതാബിലാ ഉള്ളത് എന്ന് ഞാൻ ചോദിച്ചു മൗലവിനോട്. ശരിക്കും മനസ്സിലാക്കി വെക്കണം, മൂന്നാം കണ്ണത്തിലാ ചോദിച്ചത്. നിങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ട് ഹദീസ് കാണിച്ചോ? റസൂലുള്ളാഹിന്റെ പേരിൽ പച്ച കള്ളം നാദാപുരത്ത് വന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചിട്ട് ചോദിച്ചിട്ട് അതിനെപ്പറ്റി മിണ്ടാണ്ടൊക്കെ പോയാൽ ഇപ്പം ചെയ്തത് അവന്ന് വെച്ചു കൊടുത്താൽ എന്റെ പ്രസംഗം മൂപ്പരെ ആ കത്രിക അടക്കമെന്ന് കാണിച്ചു. ഇപ്പൊ മൂപ്പരെ കത്രിക പണിയിൽ നിർത്തിയിരിക്കുക. ഒന്ന് വെച്ചു കൊടുത്താ. ബുഖാരിയുടെ പേരിൽ കളവ് പറയുന്ന ഈ മൗലവിക്ക് ഒരു പ്രശ്ന. മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞ മൗലവിയല്ലേ? ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പിടിച്ചു കാണിച്ചിട്ടില്ലേ? എന്നിട്ട് ഇപ്രാവശ്യം വന്ന് 2 ദിവസം വന്നിട്ട് പാട്ടും പാടി പോയല്ലേ മൗലവി? മറുപടി പറഞ്ഞോ? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ കളവ് പറഞ്ഞതാണ്. അങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊന്ന് കാണിക്കണം എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് അത് ഒറ്റ അക്ഷരനെ പറ്റി പറയാതെ പോയില്ലേ മൗലവി നിങ്ങൾ നാദാപുരത്ത് പാട്ടും പാടിയിട്ട്? അതൊന്ന് വെച്ചുവിട്ടവനെ ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ മുഖവും മുൻകൈയും ഒഴിച്ചു മറക്കണം എന്ന് പറയുന്ന മുജാഹിദിന്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് എടുത്തു. അങ്ങനെ സ്ത്രീകൾ ആ നിലക്ക് മറച്ചു എന്നാണ് അദ്ദേഹം ദുബായിൽ വെച്ച് പറഞ്ഞത്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ മൗലവിയാണ് കൊണ്ടുവന്ന് കാണിക്കേണ്ടത്. മുൻകൈയും മുഖവും ഒഴിച്ചു മറക്കണം സ്ത്രീകൾ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. സഹോദരന്മാരെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൈയും മുഖവും ഒഴിച്ചിട്ടാണ് സ്ത്രീകൾ മറക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു എന്ന് മൗലവി പറഞ്ഞ കളവ് പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു. അത് ഒരു പ്രസംഗത്തിലല്ല, ഓരോ പ്രസംഗത്തിലും ഞാനിത് അതിന് ശേഷം വിട്ട് കേൾപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഹദീസ് എവിടെ? മൗലവി ഇതുവരെ മറുപടി പറഞ്ഞില്ല. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് പറയാ പേരോട് കളവ് പറയുന്നു എന്ന്. എന്റെ പേരിൽ കള്ളം പറയുന്നത് എത്ര വലിയ അപരാധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലല്ലേ മൗലവി കള്ളം പറഞ്ഞത്? ഇതൊന്നാണ്. രണ്ടാമത്തെ കാണിക്കുന്നു, റസൂലുള്ളാഹിന്റെ പേരിൽ മൗലവി കള്ളം പറഞ്ഞു. എന്താ പറഞ്ഞത് എന്നറിയോ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും മനുഷ്യരുടെ മനസ്സിലുള്ളത് എനിക്കറിയാൻ കഴിയുമെന്ന് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല.
കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളെ കൽബകം എന്നോവർ എന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞത് മാലയിലുണ്ട്. അത് നടക്കൂല, അങ്ങനെ സംഭവിക്കൂല. മൗലവി പറയാണ്, കാരണം അള്ളാഹുവിന്റെ റസൂല് ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളെ മനസ്സിലുള്ളത് ഞാൻ അറിയുമെന്ന് അവകാശപ്പെട്ടിട്ടില്ല. മൗലവി റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞു, ഞാനത് പിടിച്ചു, ഞാനത് കേൾപ്പിച്ചു, എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് റസൂലുള്ളാഹിന്റെ പേരിൽ കളവാണ് പറഞ്ഞത്. മൗലവി ഇതുവരെ എന്നിട്ട് ഞാൻ അള്ളാഹിന്റെ റസൂല് മനസ്സിന്റെ ഉള്ളിലുള്ളത് അറിയുമെന്ന് പറയുന്ന ബുഖാരിയിലെ ഹദീസ് എടുത്തുദ്ധരിച്ച് കേൾപ്പിച്ചു. മൗലവി പിന്നീട് ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയില്ല. റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞു മൗലവി. രണ്ടാമത്തെ കളവ് എന്ന് വെച്ചു കൊടുക്കുമോനെ, അത് മനസ്സിലുള്ളത് അറിയാൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും നബി അവകാശപ്പെട്ടിട്ടില്ല, നബിക്ക് അറിയാത്തത് കൊണ്ടാണ് എന്നയാൾ പറയുന്നത് കേട്ടിട്ട് അതിന്റെ മറുപടി ഞാൻ ബുഖാരിയിലെ ഹദീസുകൾ ഉദ്ധരിച്ച് പറയാം, ഒന്ന് ശരിക്കും കേട്ടോളൂ. പുന്നാര നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ തിരുമുമ്പിൽ നിൽക്കുന്നവരുടെ മനസ്സകത്തിലുള്ളത് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവറി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ? അവകാശപ്പെട്ടിട്ടില്ല. എന്താ കാരണം? നബിക്കറിയാത്തത് കൊണ്ടാണ്. എന്താ കാരണം? നബിക്കറിയാത്തത് കൊണ്ടാണ്. എന്താ കാരണം? നബിക്കറിയാത്തത് കൊണ്ടാണ്. ഒരാളുടെ മനസ്സ് വായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും സാധിക്കില്ല. കേട്ടില്ലേ? അപ്പൊ കുപ്പിയകത്തുള്ള അങ്ങനെ നമ്മൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു കറാമത്ത് പാടാറുണ്ടല്ലോ. അത് ശിർക്കാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മൗലവി നബിയെ നിസാരപ്പെടുത്തുന്നത് കണ്ടോ നിങ്ങൾ? ഒരിക്കൽ പോലും നബി അവകാശപ്പെട്ടിട്ടില്ല പോലും. എന്നിട്ട് അയാൾ പറഞ്ഞ എന്താണ്? അത് നബിക്കറിയാത്തത് കൊണ്ടാണ്. നാട്ടിൽ നിന്ന് മെല്ലെ അങ്ങ് ഷാർജയിലേക്ക് പോയിട്ട് മുഹീദ്ദീൻമാരമല്ലേ മുമ്പ് ചെറുപ്പത്തിൽ മനഃപ്പാഠമാക്കിയത് അത് പാടിയിട്ട് പ്രസംഗിച്ചാൽ ബുഖാരിയിലുള്ള വിവരം അറിയാൻ കഴിയോ? മുസ്ലിമിനുള്ള കാര്യം അറിയാൻ കഴിയോ? ഈ മുസ്ലിം സഹോദരിമാർ ഇയാളെ സീഡി കേൾക്കുമ്പോ പാട്ട് കേട്ടിട്ട് അയാൾ പറഞ്ഞ് ശരിയാണോ എന്ന് തെറ്റിദ്ധരിച്ചാൽ പറ്റുമോ? അതുകൊണ്ട് തന്നെ ശരിക്കും ഞാൻ പറയുന്ന ഹദീസ് ഓരോന്നോരോന്നും കേട്ടോളൂ. അതിന്റെ ഹദീസ് മാത്രം ഞാൻ പ്രസംഗിച്ചാൽ ഒരു മാസം പ്രസംഗിച്ചാൽ തീരില്ല. ഇപ്പോൾ ഒരു 2-3 ഹദീസ് മാത്രമേ ഞാൻ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുള്ളൂ. കേട്ടോളൂ. സഹീഹുൽ ബുഖാരിയിലെ 418 നമ്പർ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സത്യം ചെയ്ത് പറയാണ്. കാരണം സെലഫി വരുമെന്ന് നേരത്തെ അറിഞ്ഞ മാതിരിയുണ്ട്, ഒരു നിഷേധിക്കുന്നവൻ വരുമെന്ന് അറിഞ്ഞ മാതിരിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാഹി സത്യം പറഞ്ഞ് സത്യമിട്ട് പറയാണ്, ഫവല്ലാഹി അല്ലാഹ് തന്നെയാണ് സത്യം, മാ യഖ്ഫാ അലയ്യ ഖുശൂഉകും, നിങ്ങളുടെ ഭക്തി എനിക്ക് അവ്യക്തമല്ല, നിങ്ങളെ മനസ്സിലുള്ള ഭക്തി എനിക്ക് അറിയാത്ത സംഗതിയല്ല, അത് ഞാൻ അറിയുന്ന സംഗതിയാണ്. വലാ റുകൂഉകും, നിങ്ങൾ കുനിയുമ്പോൾ റുകൂഉ ചെയ്യുന്നതും ഞാൻ അറിയാതെയല്ല. ഇന്നി ലറാകും വറാഇ ദഹ്രി, ഞാൻ മുന്നോട്ട് നോക്കി സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി നിസ്കരിക്കുമ്പോ എന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്ന നിങ്ങളെ റുകൂഉ ഞാൻ കാണുന്നുണ്ടെന്ന് മാത്രമല്ല, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയഖ്ഫാ അലയ്യ ഖുശൂഉകും, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി എനിക്കറിയാം, അതെനിക്ക് അവ്യക്തമല്ല, എനിക്ക് വളരെ വ്യക്തമാണ്. നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി എനിക്കറിയാം എന്ന് അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞ് ബുഖാരിയിലെ ഹദീസ് ഞാൻ ഉദ്ധരിച്ചു. ശേഷം ഞാൻ വേറെയും കുറെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് മാത്രം ഇവിടെ ക്ലിപ്പ് കേൾപ്പിച്ചതാണ്. അങ്ങനെ ഒരുപാട് ഹദീസ് ഞാൻ കേൾപ്പിച്ചു. ഇയാൾ പറഞ്ഞ എന്താണ്? മനസ്സിലുള്ളത് അറിയാൻ റസൂലുള്ളാഹിക്ക് കഴിയില്ല, ഒരിക്കലും അവിടുന്ന് അവകാശപ്പെട്ടിട്ടില്ല. ബുഖാരിയിലെ
ഡസൻ കണക്കിന് ഹദീസുകൾ മൂടി വെച്ചിട്ട് മൗലവി റസൂലുള്ളാഹിക്ക് വിവരമില്ലെന്ന് വരുത്തി തീർക്കാൻ പച്ചക്കള്ളം റസൂലുള്ളാഹിന്റെ പേരിൽ പറഞ്ഞതാണത്. അത് ഞാൻ ചോദ്യം ചെയ്തിട്ട് അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെന്നോ ഇല്ലെന്നോ, പേരോട് അർത്ഥം പറഞ്ഞ് തെറ്റാണെന്നോ ശരിയാണെന്നോ അതിലേക്കൊന്നും കടക്കാതെ മൗലവിയതാ സിറാജ് ദിനപത്രത്തിൽ പെണ്ണുങ്ങളെ ഫോട്ടം വന്നിരിക്കുന്നു എന്നാ പിന്നെ അതിന് മറുപടി. അതുകൊണ്ട് ഈ ഹദീസിന് മറുപടി ആവും. റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞതാണ് ഞാൻ എടുത്തുദ്ധരിച്ചത് മൗലവി. അതിന് ഞാൻ തെളിവാണ് ബുഖാരി എന്നാ ഉദ്ധരിച്ചത്. അതിനെപ്പറ്റി മൗലവി ഒന്നും മിണ്ടിയില്ല. മൗലവിയെ കൊണ്ടുവരുന്ന മുജാഹിദുകൾ ചിന്തിക്കണം. ഇനിയും ഞാൻ നിങ്ങൾ കേൾപ്പിക്കുന്നു, റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് 3, മൗലവിയുടെ നബിതങ്ങളെ പേരിലുള്ള കളവ് 3. അതെന്താ? മൗലവി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുക്കൽ കേസ് പറയാൻ വേണ്ടി അന്യായക്കാരും പ്രതികളും വരും. അങ്ങനെ പ്രതികളും അന്യായക്കാരും വന്നാൽ റസൂലുള്ളാഹി പറയും, എന്ത്, ഇതിന്റെ സത്യാവസ്ഥയൊന്നും എനിക്കറിയാൻ കഴിയൂല, അതുകൊണ്ട് ഞാൻ വിധിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ പോകാൻ പറ്റൂല, നിങ്ങൾ ശരിയായ നിലക്ക് ഹക്കുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന നിലക്ക് അദ്ദേഹം അത് വിശദീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്കറിയാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നോ എനിക്ക് സത്യാവസ്ഥ അറിയാൻ കഴിയില്ല? അങ്ങനെ ഒരു വാചകം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടേ ഇല്ല. പറയാത്ത വാചകം റസൂലുള്ളാഹിന്റെ മേൽ വെച്ച് കിട്ടാൻ അത് ഞാൻ അതിനെ ഖണ്ഡിക്കുന്നതും അദ്ദേഹത്തിന്റെ ആ പ്രസംഗം ഖണ്ഡിച്ചുകൊണ്ട് അത് നിങ്ങൾ പച്ച കള്ളം പറഞ്ഞാണ് എന്ന് ഞാൻ പറയുന്നു. നിങ്ങളൊന്ന് കേട്ടോളൂ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ശുദ്ധമായ കളവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് അത്രേ അറിയാൻ കഴിയൂ എന്ന് പറഞ്ഞതായി ആ ഹദീസിൽ ഇല്ലേ ഇല്ല. അത് നബിയുടെ പേരിൽ കളവ് പറഞ്ഞതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ കേസുമായി വരുന്ന വാദിയും പ്രതിയുമൊക്കെ തർക്കിക്കുകയാണ്, വാദിക്കുകയാണ്. ഓരോരുത്തരും അവരുടെ വാചാലത കൊണ്ട് കാര്യം സമർത്ഥിക്കുകയാണ്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, ഞാനും ഒരു മനുഷ്യനാണ്. ഇന്നമാന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ വാക്ചാതുരിയുള്ള വാക്സാമർത്ഥ്യമുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് അതാണ് സത്യമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ അവന് അനുകൂലമായി വിധിച്ചേക്കും. എനിക്കതിനല്ലേ കഴിയൂ, എനിക്കതിനല്ലേ കഴിയൂ, എനിക്കതിനല്ലേ കഴിയൂ. കള്ളമാണ് പറഞ്ഞത്, എനിക്കതിനല്ലേ കഴിയൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ആ ഹദീസിൽ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളം. സഹോദരന്മാരെ, നിങ്ങൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കതിനല്ലേ കഴിയൂന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ബുഖാരിയിൽ ഇല്ല, ഒരു ഹദീസിന്റെ കിതാബിലും ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ശുദ്ധമായ കളവ് പറഞ്ഞതാണ്. ഇത് ഞാൻ എടുത്തുദ്ധരിച്ച് പ്രസംഗിച്ചിട്ട് ഇന്ന് വരെ അല്ല അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത് ബുഖാരിയിലുണ്ടെന്നോ മറ്റ് ഹദീസിന്റെ കിതാബിലുണ്ടെന്നോ മൗലവി ഇന്ന് വരെ എടുത്തു പറഞ്ഞില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവിങ്ങനെ പറയാണ് മൗലവി. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്ന യഹൂദികളെ കടത്തി വെട്ടിയ വർഗമാണ് ഈ മൗലവിമാർ. അള്ളാഹ് പറഞ്ഞില്ലേ, فمن أظلم ممن افترى على الله كذبا ليضل الناس بغير علم. ഒരു വിവരവുമില്ലാതെ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി പടച്ചവന്റെ മേൽ അള്ളാന്റെ മേൽ കള്ളം കെട്ടി പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ് നബിയേ? ചോദിക്കട്ടെ മൗലവിമാരെ, അള്ളാഹ് മലക്കുകൾ ഇറക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ജാറം തകർത്താൽ, സർവ്വജാറവും തകർത്താൽ സഹായിക്കാൻ അള്ളാഹ് മലക്കുകൾ ഇറക്കുമെന്ന് ഉമർ മൗലവി പറഞ്ഞില്ലേ? ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാറങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പടച്ചവനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അല്ലാഹു മലക്കുകളാക്കും.
ചോദിക്കട്ടെ, ഉമർ മൗലവിക്ക് വഹിയിറങ്ങുന്നുണ്ടോ? അല്ല മലക്കിനെ ഇറക്കുമെന്ന് അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞില്ലേ മൗലവി? ശ്വാസം മുട്ടിക്കൊണ്ട് അള്ളാന്റെ പേരിൽ കള്ളം പറഞ്ഞില്ലേ? അല്ല അങ്ങനെ മലക്കുകളെ ഇറക്കുമെന്ന് ഖുർആനിൽ ആയത്തുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ ഹദീസ് ഉണ്ടോ? വല്ല മഹാന്മാരും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ മലക്കുകളെ ഇറക്കുമെന്ന് ഫത്വ കൊടുക്കാൻ, അല്ല മലക്കുകളെ ഇറക്കുമെന്ന് പറയാൻ ഓ ഉമർ മൗലവി, ഈ ഉമർ മൗലവിക്ക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന സലാഹി, ഉമർ മൗലവിക്ക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന സലഫി, ഉമർ മൗലവിക്ക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന സർവ്വ മൗലവിമാരോട് ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ ഈ ഉമർ മൗലവിയേക്കാൾ വലിയ അക്രമി ദുനിയാവിലാരാണ്? അല്ല ചോദിക്കുന്നത് കണ്ടോ? ഫമൻ അളിലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ലിയുളില്ല الناس ബിഗൈരി ഇൽം. മറ്റൊരായത്തിൽ അല്ല പറയുന്നത് കണ്ടോ? ഉൻദുർ കൈഫ യഫ്തറൂന അലല്ലാഹിൽ കദിബ വകഫാ ബിഹി ഇസ്മൻ മുബീനാ. അല്ലാഹുവിന്റെ മേൽ ശുദ്ധ നുണ പറയുന്നത് കണ്ടില്ലേ നബിയേ? യഹൂദികളെ കടത്തിവെട്ടിയ കക്ഷികൾ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ദിറാഅൻ ബിദിറാഇൻ, മുഴത്തിന് മുഴമായി, സിബ്റൻ ബിസിബ്റിൻ, ചാണിന് ചാണായി. യഹൂദികളെ നിങ്ങൾ പിന്തുടരുമെന്ന് നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ മൗലവിമാരെ അള്ളാന്റെ റസൂല്? അതിവിടെ പുലർന്ന് കണ്ടില്ലേ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മൗലവി ചിലപ്പം ഭയങ്കര വെല്ലുവിളിക്കും. ഇവിടെ വന്നിട്ട് ഒരിക്കൽ ഒരൊറ്റ വെല്ലുവിളി, ഫൈൻ ത്രിബനലക്കും എന്ന് ഖുർആനിൽ കാണിച്ചു തന്നാ ചെരിപ്പെടുക്കൂന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തു, ഫൈൻ ത്രിബനലക്കും. വെല്ലുവിളിക്കുന്നവരോടെ ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിവെക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. ആച്ചക്കള്ളം അല്ലാടെ പേരിൽ പറയേ. ആയത്ത് കണ്ടോളി. ഫൈൻ തിബിനലക്കും, നോക്കോ, ഫൈൻ തിബിനലക്കും. എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്. നിർത്തിവെക്കുമല്ലേ? നിർത്തിക്കോ, ഇന്ന് മുതൽക്ക് നിർത്തിക്കോ പ്രസംഗം. നോക്കോ, ഫൈൻ തിബിനലക്കും. ഒന്നും കൂടി വെക്ക്, എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. വെല്ലുവിളിച്ചല്ലേ നാദാവിട്ട് വന്നിട്ട്. വെല്ലുവിളിക്കുന്നവരോടെ ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിവെക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. ആച്ചക്കള്ളം അല്ലാടെ പേരിൽ പറയേ. നോക്കൂ, ഫൈൻ തിബിനലക്കും, ഫൈൻ തിബിനലക്കും, ഫൈൻ തിബിനലക്കും. സർവ്വ മൗലവിമാരും നടക്കൂ ചെരുപ്പും കൊണ്ട്. നാദാവർക്കൊന്ന് വെല്ലുവിളിച്ചതാണല്ലേ? ഇനി ബാക്കി വെക്കുമോനെ, ഞാൻ ഓരോന്നോർന്ന് കാണിച്ചു. പിന്നായതല്ല, മിന്നിയായതുമല്ല, നിങ്ങൾ മനഃപൂർവം കൃത്രിമം കാണിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളിവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞുതരാ സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാൾ ആയത്തോരിന്നറിയോ? ഇയാൾ ആയത്തോരിയൽ എന്തിനാ? സ്ത്രീധനത്തെ പറ്റി അവിടെ ചോദ്യം. അപ്പൊ ഇയാൾ പറയണ് കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിനതിന് തെറ്റൊന്നുമില്ല, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ്, പെണ്ണിന്റെ ഭാഗത്തിനൊന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്നാ തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ടാ ഈ ആയത്തോതനത്. എന്നിട്ടാ മൂപ്പര് ആയത്തോതനത്. ആയത്തോദന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്. പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും, പറ്റും, പറ്റും. തഫ്സീറുൽ കബീർ, ഇമാം റാസിയുടെ തഫ്സീർ 948. ചെറുപ്പും പെറുക്കി നടന്നാ പോരാ കേട്ടോ. ആരാന്റെ ചെരുപ്പും പെറുക്കി നടന്നാ പോരാ, കിതാബ് ഓതി പഠിക്കണം കേട്ടോ. കേട്ടോളൂ, ഈ ഇൽം ഇമാം റാസി ഈ തഫ്സീറിൽ പറയും, ഈ ആയത്തിന്റെ തഫ്സീർ. ഈ ഇൽം അറിഞ്ഞോളണം മൗലവിമാര്. അതിന്റെ അർത്ഥം വെച്ചത് ഇൽം അറിഞ്ഞോളണം. അന്നഹു തആല, നിശ്ചയം അല്ലാഹു തആല, ലമ്മ അമറഹും ബിഇതാഇഹിന്ന സദഖാതിഹിന്ന,
സ്ത്രീകൾക്ക് അവരുടെ മഹറുകൾ കൊടുക്കണം എന്ന് കൽപ്പിച്ചപ്പോൾ ഇവിടെ രണ്ട് തഫ്സീർ ഇമാം റാസി പറയുന്നുണ്ട്. ഒന്ന്, ഭർത്താക്കന്മാര് കൊടുക്കണം എന്നാണ് ഇതിന്റെ തഫ്സീർ. ഒരു തഫ്സീർ. മറ്റൊന്ന്, ഭർത്താക്കന്മാരോട് വാങ്ങിയത് രക്ഷിതാക്കളത്തിൽ പെണ്ണുങ്ങൾക്ക് കൊടുത്തേക്കണം, അവർ കയ്യിൽ വെക്കരുത് എന്നാണ് വേറൊരു തഫ്സീർ. അതിന്റെ ശേഷം പിന്നീട് പറയാം അഖബഹു. ഇതിന്റെ മുമ്പ് വിശദീകരിച്ചാണ് ആ തഫ്സീർ. അഖബഹു, അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറഞ്ഞു ബിദിക്രി ജവാസി ഖബൂലി ഇബ്റാഇഹാ വഹിബതിഹാ ലഹു. ആ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുക്കാനുള്ളത് ഒഴിവാക്കി കൊടുത്താൽ അത് സ്വീകരിക്കലും ജായിസാണ്. വഹിബതിഹാ ലഹു, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് പൊരുത്തപ്പെട്ട് എന്ത് ദാനം കൊടുത്താലും ആ ദാനം കൊടുക്കുന്നതെല്ലാം സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നു. ഇപ്പൊ പറ്റില്ലേ? എന്റെ ചെരുപ്പ് എന്റെ കാൽമത്തലുണ്ട്, മൗലവി എടുക്കുന്നില്ല എന്നാ സഹോദരന്മാരെ, അതുപോലെ ഓരോ വെല്ലുവിളിയാണ്. ഒരിക്കൽ വന്നിട്ട് ഒരൊറ്റ വെല്ലുവിളി, ഇബ്നു കസീർ എന്താ നിങ്ങൾ മിണ്ടാത്തത് എന്ന് ചോദിച്ചു. ഇബ്നു കസീറിന് അർത്ഥം പറഞ്ഞത് മുഴുവനും കളവാണെന്ന് മൗലവിമാര് മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിച്ച അവരുടെ പരിഭാഷ വെച്ചങ്ങ് തെളിയിച്ചു കൊടുത്തു. ഇവിടെ വന്നിട്ട് സെലഫി പറഞ്ഞ അർത്ഥം മുഴുവനും തെറ്റാണ് എന്ന് തെളിയിച്ചു കൊടുത്തു. ഇത്താൻ എന്താ ഓരോരോ വെല്ലുവിളി എന്ന് പറയും. ഇപ്രാവശ്യം എന്നോട് ചോദ്യം, നട്ടല്ലുണ്ടോ? എന്നോട് ചോദിക്കാണ്, നട്ടല്ലുണ്ടോ, ചങ്കൂറ്റമുണ്ടോ, ധൈര്യമുണ്ടോ? മുജാഹിദീങ്ങൾ ഇത് കേട്ടിട്ട് നമ്മളെ മൗലവിന്റെ ചോദ്യം കണ്ടോ, മൗലവിന്റെ ചോദ്യം കണ്ടോ. മുമ്പൊരാൾ ഖബർസ്ഥാനിൽ നിന്ന് വെല്ലുവിളിച്ച മാതിരി ഖബർസ്ഥാനിൽ പോയിട്ട് ധൈര്യമുണ്ടോ, എണീറ്റ് വരീനടാ. ഖബർസ്ഥാനിൽ വെല്ലുവിളിക്കണ്ടേ? അങ്ങനല്ല മൗലവി വേണ്ടത്. നട്ടല്ലുണ്ടോ, ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നട്ടല്ലും ധൈര്യവും ഒക്കെ നമ്മക്ക് കണ്ടൂടെ? എന്തേ മൗലവി എന്റെ കൂടെ ഒന്നിരുന്ന് കിതാബ് വായിക്കാൻ ഞാൻ എത്ര കാലമായി നിങ്ങളെ ക്ഷണിക്കുന്നു? ഞാൻ പറയട്ടെ, ഈ മൗലവിയെയും എന്നെയും ഒരു സ്റ്റേജിൽ പങ്കെടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ പറഞ്ഞ വിഷയങ്ങൾ ഓരോന്നോരോന്ന് കിതാബ് വെച്ച് ചർച്ച ചെയ്യാൻ മൗലവി തയ്യാറുണ്ടോ എന്ന് ചോദിക്കൂ മുസ്ലിമീങ്ങളെ. ഞാൻ ഇപ്പോൾ അടക്കം തയ്യാറാണ് കേട്ടോ. പരിശുദ്ധ ഖുർആനിനും ഹദീസിനും അർത്ഥം തെറ്റിച്ച് പറഞ്ഞ് മുസ്ലിമീങ്ങളെ പിഴപ്പിക്കുന്ന ഈ മൗലവി നട്ടല്ലുണ്ടോ എന്ന് ചോദിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ചങ്കൂറ്റമുണ്ടോ, ധൈര്യമുണ്ടോ, നട്ടല്ലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഈ നാദാപുരത്തിന്റെ മണ്ണിലാണ് കാണേണ്ടത്. ഇത് കഴിയുന്നുണ്ടെങ്കിൽ കൊണ്ടുവരീൻ. നിങ്ങൾ എന്താ വിചാരിച്ചത്? അമ്പിയാക്കന്മാരുടെ പേരിൽ നുണ പറഞ്ഞു പോകാനോ? കൊണ്ടുവരണം, നിങ്ങൾ കാണിക്കണം. നിങ്ങൾ ഞാൻ വായിച്ചതുപോലെ ബുഖാരി വായിച്ചിട്ടാ ഞാൻ പറഞ്ഞത് നിങ്ങളോടെന്ത്? ബുഖാരി വായിച്ചിട്ടാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ കേട്ടില്ലേ? നട്ടല്ലുണ്ടോ, ധൈര്യമുണ്ടോ? എന്താ മൂപ്പർക്ക് വിഷയത്തിൽ നിന്ന് സംസാരിച്ചിട്ട് ഒരു സ്ഥലത്തും മൂപ്പർക്ക് രക്ഷയില്ല. അബൂജഹലിന് ഈമാനുണ്ട് എന്ന് കുറെ പറഞ്ഞു നോക്കി, ഞാൻ വിട്ടില്ല. അബൂജഹലിന് ഈമാനില്ല. മുസ്ലിമീങ്ങൾ കാഫറാണെന്ന് പറഞ്ഞു നോക്കി, ഞാൻ വിട്ടില്ല. ഓരോന്നും പിടിച്ച് ഞാൻ ഓരോ സ്ഥലത്തും മൗലവിയുടെ തൊള്ള കെട്ടിയപ്പോ ഇപ്പൊ മൗലവി ചോദിക്കും നട്ടല്ലുണ്ടോ, ധൈര്യമുണ്ടോ? തമ്മിൽ തർക്കത്തിലുള്ള വിഷയത്തിലല്ല. പിന്നെ എന്താണ് വിഷയം എന്നറിയോ നിങ്ങള്? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ മജ്മഉൽ ബഹ്റൈനിൽ പോയി ചില വിവരങ്ങൾ നേടിയ സംഭവം പരിശുദ്ധ ഖുർആനിലുണ്ട്. അന്ന് മൂസാ നബി അലൈഹിസ്സലാം പോയിരുന്നത് ഏത് മഹാന്റെ സമീപത്താണ്? അത് ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമീപത്താണെന്നതാണ് ഏറ്റവും പ്രസിദ്ധമായതും സഹീഹുൽ ബുഖാരിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഈ പറയുന്ന ഹദീസിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നാൽ സഹോദരന്മാരെ, മറ്റൊരു സഹാബിയായ ഹിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അത് ഖളിർ അലൈഹിസ്സലാം അല്ല, വേറെ ഒരു മഹാനായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം പഠിക്കാൻ പോയിരുന്ന ആ മഹാനെന്ന് പറഞ്ഞത്
അതേ ബുഖാരിയിൽ തന്നെ ഉണ്ട്. അത് പറഞ്ഞതും ഒരു സഹാബിയാണ്. എന്നാ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ തർക്കമുണ്ട്. ഇതുപോലെ മൂസ അലൈഹിസ്സലാം പോയി ഖദർ അലൈഹിസ്സലാമിൽ നിന്ന് പഠിച്ച സംഭവമുണ്ടല്ലോ. ആ മൂസ ഏത് മൂസയാണ്? ബനൂ ഇസ്രായേലിൽ വന്ന കലീമുല്ലാഹി മൂസാ നബി ആണോ? അതല്ല, മൂസബിനു മീശ എന്ന് പറയുന്ന ഒരു മൂസയുണ്ട്. ആ മൂസയാണോ? അതിലും പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. വലിയ ഇമാമും താബിഈയും ഫാദിലുമായ അതേ ഒരാൾ ഫത്ഹുൽ ബാരിയിൽ നിങ്ങൾക്ക് കാണാം. വനൗഫുനിൽ മദ്കൂറു താബിഈൻ മിൻ അഹ്ലി ദിമശ്ക് ഫാദിലുൻ ആലിമുൻ ലാ സിയമാ ബിൽ ഇസ്രാഈലിയാത്ത് വകാന ബിൻ അംറാതി കഅബിൽ അഹ്ബാർ വഖീല ഗൈറു ദാലിക്. നൗഫുൽ ബഖാലി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. താബിഈങ്ങളിൽപ്പെട്ട ആളാണ്, ഡമസ്കസുകാരനാണ്, ഫാദിലുൻ ബഹുമാനിയാണ്, ആലിമുൻ പണ്ഡിതനാണ്, ഇസ്രായേൽ സംഭവങ്ങളിൽ വലിയ വിവരമുള്ള ആളാണ്. ആ മഹാനായ നൗഫുൽ ബഖാലി എന്ന് പറയുന്ന പണ്ഡിതൻ, ആ പണ്ഡിതൻ പറയുന്നുണ്ട് അത് മൂസ നബി അല്ല, മൂസബിന് മീശയാണെന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെതിരായി സംസാരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് സംസാരിക്കുന്ന സമയത്ത് കദബ അദുല്ലാഹി എന്നൊരു വാചകം പറഞ്ഞിരുന്നു. ആ വാചകം കൊണ്ട് കണ്ടിട്ട് നിങ്ങളാരും തന്നെ നൗഫുൽ ബഖാലി അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പ്രത്യേകമായി പറയുന്നുണ്ട്. قال ابن التين لم يرد ابن عباس إخراج نوف عن ولاية الله ولكن قلوب العلماء تنفر إذا سمعت غير الحق فيطلقون أمثال هذا الكلام لقصد الزجر والتهذير منه وحقيقته غير مرادة. നൗഫുൽ ബഖാരിയെ സംബന്ധിച്ച് അതാ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം അതതിന്റെ ബാഹ്യാർത്ഥം അനുസരിച്ച് ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെന്ന് പറയുന്നുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇബ്നു അസ്കലാനി പറയുന്നു നൗഫുൽ ബഖാരി ഇസ്ലാം മതം സ്വീകരിച്ച മഹാനാണെന്ന വിവരം അറിയാതെ പറഞ്ഞു പോയതാണ് ഇബ്നു അബ്ബാസ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നൗഫുൽ ബഖാരിക്ക് ഒരു വാദം, അദ്ദേഹത്തിന്റെ വാദമാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അല്ല എന്ന ഒരു വാദം. ഏതായാലും ആ മൂസ ഏത് മൂസയാണെന്നതിനെ സംബന്ധിച്ച് അതാ സഹാബത്തിന്റെ കാലത്ത് തർക്കം നടന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, അത് ബുഖാരിയിൽ തന്നെ ഉണ്ട്. ഇനി സഹോദരന്മാരെ, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമാണ് ഖദർ അലൈഹിസ്സലാമിന്റെ അടുക്കൽ പഠിക്കാൻ പോയതെങ്കിൽ തന്നെ അത് മൂസാ നബിക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷമാണോ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പാണോ? അങ്ങനെയും ഒരു ചർച്ച നടന്നിട്ടുണ്ട്. അത് കേരളത്തിൽ തന്നെ CN അഹമ്മദ് മൗലവി അടക്കം അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ചില പണ്ഡിതന്മാരും അത് നുബുവത്ത് കിട്ടിയതിന് ശേഷമായി ആയിരിക്കില്ല, അതിന് മുമ്പായിരിക്കാം എന്ന് പറഞ്ഞവരുണ്ട്. ആ പറഞ്ഞ വാദം മഹാനായ ഇസ്മായിൽ ഉസ്താദ് അവർകൾ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം വെച്ചിട്ട് മൗലവി എന്നോട് ചോദിക്കാണ്, നട്ടല്ലുണ്ടോ, ധൈര്യമുണ്ടോ? ആ മൂസാ നബിക്ക് അപ്പോൾ നുബുവത്ത് കിട്ടിയിട്ടില്ലെന്ന് ഇസ്മായിൽ ഉസ്താദ് പറഞ്ഞത് അതിനെ സംബന്ധിച്ച് പറയാൻ ധൈര്യമുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഇത് നമ്മളെ തർക്ക വിഷയമാണോ മൗലവി? ഇത് പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു ചർച്ചയല്ലേ? നമ്മൾ തമ്മിലുള്ള തർക്കം എന്തായിരുന്നു? അത് വെച്ചിട്ട് ഖദർ അലൈഹിസ്സലാമും കൂടി യാത്ര ചെയ്തു. എന്നിട്ട് ഖദർ അലൈഹിസ്സലാം ഒരു കുട്ടീനെ കൊന്നു. ആ കുട്ടീന്റെ മനസ്സിൽ കുഫറാണ് എന്നുള്ളത് ഖദർ അലൈഹിസ്സലാം ഇങ്ങനെ കണ്ടു. മനസ്സിൽ കുഫറാണ് എന്നുള്ളത് കണ്ട് അത് കൊന്നു. പിന്നെ പിന്നിലെങ്ങാനുമുള്ള കപ്പലിന്റെ എത്രയോ അപ്പുറത്തുള്ള രാജാവ് വന്നിട്ട് കപ്പൽ പിടിച്ചെടുത്താലും എന്നുള്ളത് ഖദർ അലൈഹിസ്സലാം കണ്ടു. എന്നിട്ട് കപ്പലിന് കേടുവരുത്തിച്ചിട്ട് ഈ രാജാവ് പിടിക്കാതിരിക്കാനേ ഖുർആനിലുള്ള സംഭവമാണ്. പിന്നെ എത്രയും കുട്ടികളെ മതിൽ, അതിന്റെ ഉള്ളിൽ നിധിയും ആരും കാണാത്ത നിധി, അത് ഖദർ അലൈഹിസ്സലാം കണ്ട്. എന്നിട്ട് അതിന്റെ നാട്ടുകാർ ഭക്ഷണം തരാത്ത നാട്ടുകാർ എടുക്കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പര് മതിൽ എന്നാക്കി വെച്ച് ഇവര് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞ അനുസരിച്ചാ കർട്ടന്റെ പുറകില് കാണൂല, മതിലിനുള്ളിലുള്ള ഖദർ അലൈഹിസ്സലാം കണ്ടത്. അവിടെ നാട്ടിൽ തന്നെ ഇല്ലാത്ത രാജാവിനെയാ കണ്ടത്, രാജാവിന്റെ അക്രമമാ കണ്ടത്, മനസ്സിന്റെ ഉള്ളിലുള്ളതാ കണ്ടത്. ഈ ആയത്ത് നമ്മള് ഔലിയാക്കൾക്കല്ല ഇത്തരത്തിലുള്ള പവർ കൊടുക്കൂന്നുള്ളൊരു, അമ്പിയാക്കൾക്കല്ല കൊടുക്കൂന്നുള്ളൊരു തെളിവ് ധരിക്കുക. അതിന് മൗലവി നേരെ ഉരുട്ടിയിട്ട് മൂപ്പര ചോദ്യം എന്താ അറിയോ?
മൂസാ നബി കണ്ടിട്ടില്ലല്ലോ, അപ്പൊ നബി എന്നെ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ വലിയ കാണൂല എന്ന് മനസ്സിലായില്ലേ? നേരെ തിരിച്ച്. എന്നാ ഈ മൗലവിനോട് ഞാൻ ചോദിക്കട്ടെ, മൗലവിക്ക് അതിനേക്കാളും അറിയാന്നല്ല വേറെ ചില സംഗതി ഉണ്ട് കേട്ടോ. ബുദ്ധി ഈ മൗലവിമാർക്ക് തീരുണ്ടാവില്ല. എങ്ങനെ? നമ്മുടെ സ്കൂളിലെ ടീച്ചർ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കൂല, എത്ര ചോദിച്ചാലും പറഞ്ഞു കൊടുക്കൂലാരോ ചങ്ങാതി. പറഞ്ഞാരാ? ഹുസൈൻ സലഫിയ. എന്താ പറഞ്ഞത്? സ്കൂളിലെ ടീച്ചർ കുട്ടിയൊക്കെ ഒന്നും പറഞ്ഞു കൊടുക്കൂല. അതെന്താന്ന് ചോദിച്ചു, നിങ്ങൾ കാണുന്നില്ലേ കുട്ടികൾ പരീക്ഷയ്ക്ക് ഇരുന്നിട്ട് ഉത്തരം കിട്ടാണ്ട് ഇങ്ങനെ കുടുങ്ങുമ്പോ ടീച്ചറോട് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. അത് ശരി, ടീച്ചർ എന്നെ പരീക്ഷിക്കുകയാണ് കുട്ടികളെ. ആ പരീക്ഷന്റെ ഉത്തരം ചോദിച്ചാല് ഈ കുട്ടിയൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കുക. അപ്പൊ മൂപ്പര് കണ്ടുപിടിക്കാനത് ടീച്ചർ പഠിപ്പിക്കാത്ത ടീച്ചറാണ്, കുട്ടികൾ ചോദിച്ചാൽ പറഞ്ഞോട് സംശയം ചോദിച്ചാൽ മറുപടി അറിയാത്ത ടീച്ചറാണ്. നല്ല കണ്ടുപിടുത്തല്ലേ? ഇതുപോലെ സഹോദര, മൂസാ നബി അലൈഹിസ്സലാമിന് ചില സംഗതികൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞേച്ച യാത്രയല്ലേ അത്. അപ്പൊ പിന്നെ മൂസാ നബിയും ഖിദ്ർ നബിയെ പോലെ തന്നെ കണ്ടാൽ മൂസാ നബിക്ക് അറിയിച്ചു കൊടുക്കേണ്ട ഇൽമു പിന്നെ അറിയാൻ കഴിയോ? എന്തിനായിരുന്നു യാത്ര സംഘടിപ്പിച്ചിരുന്നത്? മൂസാ നബി അലൈഹിസ്സലാമിന് അതിലൂടെ ചില പാഠങ്ങൾ മനസ്സിലാക്കാനല്ലേ. പിന്നെ ഖിദ്ർ അലൈഹിസ്സലാം കാണുന്നൊക്കെ മൂസാ നബിയും കണ്ടാൽ പിന്നെ ഈ പാഠം പഠിക്കൽ കിട്ടുമോ? അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന് അത് അറിയിച്ചു കൊടുക്കാതിരുന്നത് മൂസാ നബിക്ക് മറ്റൊരു വിവരം അറിയിക്കാനല്ലേ. ഇത് മനസ്സിലാക്കാൻ ഈ മൗലവിക്ക് കഴിഞ്ഞില്ല. ഇത് മൗലവി പറയാണ്, ഈ മൂസാ നബി കാണാത്തതൊരു വലിയ മുട്ടമ്പടിയാണ് ഖിയാമത്തിനെതിരേറ. അത് വെച്ച് തരാം, മൗലവി വലിയതും കാണിച്ചു തരാം. അപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ വന്നല്ലോ. ഒരു നബിയല്ലേ മറഞ്ഞ കാര്യം അറിയാതെ വന്നിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഔലിയാക്കന്മാരെ സംബന്ധിച്ചു പോലും മുഴുവൻ പറയുന്നത് അതാ അവർക്കൊന്നും ഒരു പ്രശ്നമല്ലല്ലോ, അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, അവരെന്താഗ്രഹിച്ചാലും അത് കാണുന്നല്ലോ, അവരെന്താഗ്രഹിച്ചാലും അത് കേൾക്കുന്നല്ലോ, അറിയുന്നല്ലോ. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. കൺകൊണ്ട് കണ്ടതും അല്ലാത്തതുമൊക്കെ അവർക്ക് തുല്യമാണ്. ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ വരെ അവരറിയുള്ളവരാണ്. അങ്ങനെയല്ലേ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കക്ഷികളുടെ തലമണ്ടയിലേക്ക് വലിയ ഒരു മുട്ടൻ വടിയാണ് ഈ ആയത്ത്. മൂസ നബി അറിഞ്ഞോ? മൂസ നബിക്ക് എന്തേ ഖിദ്ർ അലൈഹിസ്സലാം അറിഞ്ഞ രഹസ്യങ്ങൾ അറിയാതെ പോയി? എന്തേ ആ ഗൈബ് മൂസ നബി അറിയാതെ പോയി? കേട്ടില്ലേ? മൂസ നബി എന്തേ അറിയാതെ പോയത്? മൂസാ നബി ഇസ്ലാം പഠിച്ചോണ്ടെന്ന് പറഞ്ഞത് ഖിദ്ർ അലൈഹിസ്സലാമിന് നിങ്ങൾക്കില്ലാത്ത വിവരമുണ്ട് എന്ന് പഠിപ്പിക്കാനാ പറഞ്ഞത്. അത് തെളിയിച്ചു കൊടുക്കുന്ന സമയത്ത് പിന്നെ അള്ള മൂസാ നബി കൂടി അതിന് അങ്ങോട്ട് കൊടുത്താലേ പിന്നെ അള്ള പറഞ്ഞേച്ച് വെറുതെ ആവൂലേ? അതുകൊണ്ട് മൂസാ നബിക്ക് മറഞ്ഞ കാര്യങ്ങളൊന്നും അറിയൂലെന്നാ, അല്ലെ നബിമാർക്ക് അറിയൂലെന്നാ? ഇതേതാ രംഗം പഠിക്കണ്ടേ ഈ മൗലവി? എന്നിട്ട് പറയാം മുട്ടം പടിയാണ്. ആർക്കെതിരെ? ആർക്കെതിരെ മുട്ടം പടി? ഖിദ്ർ അലൈഹിസ്സലാം കണ്ടില്ലേ, കേട്ടില്ലേ, അറിഞ്ഞില്ലേ? പടി അപ്പറ മൗലവി പടിയായതാണ്. എന്നാൽ സഹോദരന്മാരെ, അതാ ആ മൂസാ നബി തന്നെ കലീമുല്ലാഹി മൂസാ നബി അല്ല എന്ന് പറഞ്ഞവരുണ്ട്. അത് ബുഖാരിയിൽ തന്നെയുണ്ട്. അത് പറഞ്ഞ ആള് അള്ളാന്റെ വിലായത്തിൽ നിന്ന് പുറത്തല്ല എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടന്നു പോകുന്നു. ഇത് ഞാൻ എടുത്ത് ഉദ്ധരിച്ച് പ്രസംഗിച്ചിട്ട് ഇന്ന് വരെ മൗലവിയെ എടുത്ത് പറഞ്ഞില്ല. എന്നാ ഞാൻ ഒന്നുകൂടി പറയട്ടെ, എന്നാൽ മൗലവി പച്ചക്കള്ളമാണ് കേട്ടോ ഈ പ്രസംഗത്തിൽ പറഞ്ഞത്. മൗലവി എന്താ പറഞ്ഞത്? മൗലവി പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. മൗലവി പറഞ്ഞത് ഈ സംഭവം നടന്നത് നുബുവത്ത് കിട്ടിയതിന് ശേഷമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്നാണ്. അങ്ങനെ ബുഖാരിയിൽ ഇല്ലേ? ഇല്ല. അത് നബിയുടെ പേരിൽ പച്ചക്കള്ളം മൗലവി പറഞ്ഞതാണ്. നെല്ലിക്കുത്തിന്റെ വാക്കാണോ? നെല്ലിക്കുത്തിന്റെ പുസ്തകത്തിന്റെ വരികളാണോ? മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹീഹുൽ ബുഖാരിയിലെ ഹദീസിനേക്കാൾ നിങ്ങൾക്ക് വലുത് അത് റസൂലായ കാലഘട്ടത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് ഞാൻ ഒന്ന് കേൾക്കട്ടെ, എന്നിട്ട് നമുക്ക് നട്ടല് പരിശോധിക്കാം. മൗലവി ആ ഹദീസിന്റെ വാചകം ഒന്ന് ഉദ്ധരിക്കൂ.
നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ഞാൻ കാണാഞ്ഞിട്ടല്ല, അതിലങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് അതുകൊണ്ട് അത് തെളിയൂല. എന്താ കാരണം? മൂപ്പര് റസൂലു ഖാല റസൂലുള്ളാഹി മൂസ എന്നൊരു സ്ഥലത്ത് കണ്ടപ്പോ, അതുപോലെ ഫഅദ്റകഹു റജുലുൻ ഫഖാല ഐ റസൂലുള്ളാഹി ഹൽ ഫിൽ അർളി അഹദുൻ അഅലമു മിൻക എന്ന് കണ്ടപ്പോ, വേറൊരു സ്ഥലത്ത് അമാ യക്ഫീക അന്ന തൗറാത ബിയദൈക വഅന്നൽ വഹയ യതീക യാ മൂസ എന്ന് ബുഖാരിയിൽ കണ്ടപ്പോ, അത് കണ്ടപ്പോ റസൂലുള്ളാഹി ഇവിടെ ഉണ്ടല്ലോ, നബിയാണ്, അത് അന്നൽ വഹയ യതീക എന്നുണ്ടല്ലോ, അന്ന തൗറാത ബിയദൈക എന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി മൗലവി അവിടെ പെടുകയാണ് കേട്ടോ. അവിടെ മൗലവിയോട് ഒറ്റ കാര്യം ഞാൻ പറയുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 35-ാമത്തെ വയസ്സിൽ, ഏകദേശം 35-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പുണ്ടായ ഒരു സംഭവം. 3829-ാമത്തെ ഹദീസ് ബുഖാരിയിൽ എടുക്കുക, 364-ാമത്തെ ഹദീസും എടുക്കുക. 364-ാമത്തെ ഹദീസ് മൗലവി ശരിക്ക് കേട്ടുവെച്ചോ. റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പുള്ള സംഭവം. അതിൽ നിങ്ങൾക്ക് അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോ അതേ റസൂലുള്ളാഹി എന്ന് പറഞ്ഞത് കാണാം. എവിടെയാ സംഭവം എന്നറിയോ? അതേ കഅബത്തിന്റെ നിർമ്മാണം നടക്കുകയാണ്. അന്ന് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബത്തിന്റെ നിർമ്മാണത്തിന് കല്ലെടുത്തു കൊണ്ടുപോവുകയാണ്. ആ കല്ല് എടുത്തു കൊണ്ടുപോകുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ തുണി അഴിക്കാതെ തുണി ഉടുത്തുകൊണ്ട് തന്നെ കൊണ്ടുപോകുന്നു. അതേ സമയത്ത് മറ്റു പലരും തുണി അഴിച്ചിട്ട് തെരുവ വെക്കുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറയുന്നത്, ഓ മുഹമ്മദേ, നീയും തുണി അഴിച്ചിട്ട് തെരുവ വെച്ചോ. റസൂലുള്ളാഹി അതിന് തുനിയുന്നില്ല. ഉടനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ തുണി അഴിക്കാൻ ശ്രമിക്കുന്നു. അപ്പോ റസൂലുള്ളാഹി ബോധം കെട്ട് വീഴുന്നു. തുണി കൊണ്ട് മറച്ചപ്പോൾ ബോധം തെളിയുന്നു. ഈ സംഭവം പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഓർക്കണേ മുസ്തഅലിമീങ്ങളെ, മനസ്സിലാക്കണം. ഈ സംഭവം പറയുന്ന സ്ഥലത്തുള്ള ഹദീസ് ഒന്ന് നോക്ക്. റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ബുഖാരിയിൽ എന്താ ഉള്ളത്? സമീഅതു ജാബിർ ഇബ്നു അബ്ദില്ലാഹി യുഹദ്ദിസു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഖുലു മഅഹുൽ ഹിജാറ. അല്ലാഹുവിന്റെ റസൂല് കല്ലെടുത്തു കൊണ്ടുപോവുകയായിരുന്നു. ഓ സഹോദരാ, ഇത് 40 വയസ്സായതിനു ശേഷമല്ല, 35 വയസ്സുള്ള കാലത്ത് നടന്ന സംഭവത്തിൽ അള്ളാന്റെ റസൂല് എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടോ? അപ്പൊ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പാണ് സംഭവം. എന്നിട്ടും അള്ളാന്റെ റസൂല് എന്ന് പറഞ്ഞില്ലേ? അത് പിന്നീട് വന്ന ആ സ്ഥാനം വകവെച്ചുകൊണ്ട് പിന്നെ സംസാരിച്ചതാണ്. ഏതുപോലെ മൗലവിക്ക് ഹദീസും ഖുർആനും മനസ്സിലാവൂലെങ്കിൽ മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. ഹുസൈൻ സലഫി അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഒന്ന് പരിശോധിക്കുക. സാധാരണ ഉണ്ടാകുന്നത് പോലെ ആകുമ്പോൾ അയാളേലും വേണ്ട ഹുസൈൻ സലഫീന. ആ ഹുസൈൻ സലഫി എന്നിട്ട് അതിന്റെ ഇപ്പുറത്ത് നോക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോഴൊരു ഡേറ്റ് ഉണ്ടാവും. ഹുസൈൻ സലഫി ജനിച്ചത് ഇത്രാമത്തെ കൊല്ലത്തിൽ. അപ്പൊ ജനിക്കുമ്പോ ഇയാൾ സലഫിയായിരുന്നോ? ജനിക്കുമ്പോൾ ഇയാൾ സലഫിയായിരുന്നോ? ഹുസൈൻ സലഫിയുടെ ജന്മദിനം, അപ്പൊ അയാൾ സലഫിയായിരുന്നോ? അല്ല. പക്ഷേ പാസ്പോർട്ടിൽ ഉണ്ടാകുക ഹുസൈൻ സലഫി ജന്മദിനം, ഡേറ്റ് ഓഫ് ബർത്ത്. അത് പിന്നെ സലഫി ആയതുകൊണ്ട് ആ ജന്മദിനം പറയുന്നിടത്തും അങ്ങനെ തന്നെ പറയാം. ഇതുപോലെ പിന്നെ റസൂലായത് കൊണ്ട് റസൂലാകുന്നതിന് മുമ്പുള്ള സംഭവം പറയുന്ന സ്ഥലത്തും റസൂലുള്ളാഹി എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചതാണ്. സംഗതി 35-ാമത്തെ വയസ്സിലാണ്. ഇതുപോലെ ഹദീസിൽ ധാരാളം കാണാം. അതുകൊണ്ട് റസൂലുള്ളാഹി എന്നൊരു സ്ഥലത്ത് കണ്ടതുകൊണ്ട് അന്ന് റസൂലാണ് എന്നതിനധിക തെളിവല്ല, ഖത്ഈയായ ദലീലല്ല. ഇനി ഒന്നുകൂടി കേട്ടോ മൗലവിമാരെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതുകൊണ്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്തു പറയാം. മോനെ എടുക്കൂ, സൂറത്ത് മറിയം. അതേ സൂറത്ത് മറിയം എടുത്തൊന്ന് നോക്കൂ മൗലവിമാരെ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് കണ്ടോ നിങ്ങൾ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് എന്താ പറയുന്നത്? കണ്ടോ?
ഈസാ നബി അലൈഹിസ്സലാമിനെ മറിയം ബീവി പ്രസവിച്ചപ്പോൾ ആളുകൾ ചോദിച്ചു, എന്താ മറിയമേ ഈ കാണുന്നത്? ഭർത്താവില്ലാതെ കുട്ടി. ഫഅശാറത് ഇലൈഹി, മറിയം ബീവി ചൂണ്ടുകയാണ് കുട്ടിയിലേക്ക്. ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ, ഈ ചെറിയ കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? ആ കുട്ടിയോട് ചോദിക്കുന്ന മറിയം ബീവി പറയുന്നത്. അപ്പ ചെറിയ കുഞ്ഞ് പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുഞ്ഞ് അതാ പറയുന്നത്, ഖുർആൻ പറയുന്ന ഖാല, ഈസാ നബി അലൈഹിസ്സലാം പറയാണ്, ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ, ഞാൻ അല്ലാഹുവിന്റെ നബിയാണ്, എനിക്ക് കിതാബ് നൽകിയിരിക്കുന്നു അല്ലാഹ്. വജഅലനി നബിയ്യാ, എന്നെ അല്ലാഹ് നബിയാക്കിയിരിക്കുന്നു. വജഅലനി മുബാറകൻ, എന്നെ ബറക്കത്തുള്ള ആളാക്കിയിരിക്കുന്നു. ഐനമാ കുന്തു, ഞാൻ എവിടെയാണെങ്കിലും. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, നിസ്കരിക്കാനും സക്കാത്ത് നൽകാനും ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്നോട് വസിയ്യത്ത് ചെയ്തിരിക്കുന്നു. ഇവിടെ ഖുർആൻ പറഞ്ഞത് എന്താണ്? പ്രസവിക്കപ്പെട്ട ഉടനെ അതാ ആ കുട്ടി പറയുന്നു, ഞാൻ നബിയാണ്, എനിക്ക് കിതാബ് അല്ലാഹ് തന്നിരിക്കുന്നു. ചോദിക്കട്ടെ, അപ്പം കിതാബ് കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ നബി ആയിട്ടുണ്ടോ? അല്ലാഹ് പറയുന്നു അതാനിയൽ കിതാബ, അതേ വജഅലനി നബിയ്യാ, നന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പണ്ഡിതന്മാര് രണ്ട് കക്ഷികളായി. ചില ഇമാമിയങ്ങൾ പറഞ്ഞു അപ്പോൾ തന്നെ നബി ആയിട്ടുണ്ട്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അപ്പോൾ നബി ആയിട്ടില്ല. പിന്നെ നബി ആകുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞതാണ്, എന്നെ നബിയാക്കിയിട്ടുണ്ട്, എനിക്ക് കിതാബ് തന്നിട്ടുണ്ട് എന്നത് പിന്നെ വരുന്ന സംഗതി നടന്നതുപോലെ പറഞ്ഞതാണ്. ഇത് തന്നെയാണ് ജലാലൈനിയുടെയും തഫ്സീർ. അപ്പൊ നിങ്ങൾ കണ്ടോ, പിന്നെ വരുന്ന കാര്യം കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ തന്നെ നബിയായി റസൂലായി എന്ന നിലക്ക് സംസാരിക്കൽ അമ്പിയാക്കളുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ ഇമാമിങ്ങൾക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ നബുവത്തിന് മുമ്പാണോ ശേഷമാണോ എന്ന തർക്കം വരും. അങ്ങനെ ഒരു തർക്കം വന്നാൽ അതിന്റെ പേരിൽ ഇബ്നു അബ്ബാസ് ഖുർആനിനെതിരെ പറഞ്ഞുവെന്ന് പറയാൻ പറ്റുമോ മൗലവി? വ്യക്തമായിട്ടുള്ളതല്ലേ. അപ്പോൾ ഈസാ അലൈഹിസ്സലാം പറഞ്ഞത് ജഅലനി നബിയ്യാ, എന്നെ നബിയാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് നബുവത്ത് നിഷേധിച്ചു എന്ന് പറയാൻ ധൈര്യമുണ്ടോ മൗലവി? ചങ്കൂറ്റമുണ്ടോ? നട്ടലുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് പറയൂ മൗലവി. ഇബ്നു അബ്ബാസ് പറഞ്ഞത് അതേ, അതിനുബുവത്ത് നിഷേധമാണ്. ഇബ്നു അബ്ബാസ് പിഴച്ചുവെന്ന് പറയൂ മൗലവി. കിതാബ് എന്താണെന്ന് പഠിക്കാതെ, ആയത്തിനർത്ഥം പറയൽ എങ്ങനെയാണെന്ന് പഠിക്കാതെ, ഹദീസിന് എന്തൊക്കെ വ്യാഖ്യാനം വരാമെന്ന് പഠിക്കാതെ പറഞ്ഞു കുടുങ്ങണ്ട കേട്ടോ. ഇനി പരിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്ക്. അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂ, ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞു. പിന്നെ ഇവിടെ സെൽഫി ഉണ്ടാവുമോ? ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞു, അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂ. അങ്ങനെ എത്രേ അൽഫി ഓതണം മൗലവി. ഖലാ മുഹമ്മദുൻ വബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ് ഖൈറ മാലികി. ഖാല മുഹമ്മദുൻ, മുഹമ്മദ് പറഞ്ഞു, പറയുന്നേ ഉള്ളൂ. അൽഫിയയിലെ ബൈത്ത് ചെല്ലുന്നേ ഉള്ളൂ. ആദ്യം തന്നെ പറഞ്ഞു. പിന്നെ വരുന്ന കാര്യം കഴിഞ്ഞതുപോലെ സംസാരിക്കും ചിലപ്പോ.